അപ്പോൾ ഞങ്ങൾ പെരിന്തൽമണ്ണയ്ക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഒരു കോൾ വന്നിരുന്നു, നമ്മളെ പ്ലേ ബട്ടൺ അവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുവരുമെന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ വീട്ടിലേക്ക് എത്തൂല. നമ്മളെ എവിടെയാണെന്ന് പറഞ്ഞത്? ഫയർ സ്റ്റേഷൻ്റെ പെരിന്തൽമണ്ണ ഫയർ സ്റ്റേഷൻ്റെ അവിടെയാണെന്ന് പറഞ്ഞത്. നമ്മളെ അടുത്ത് മേലാറ്റൂർ പോലും എത്തിയിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, അവിടെ പോയി മേടിക്കാനുള്ള പരിപാടിയാണ്. കാറിലാണ് പോകണം വിചാരിച്ചപ്പോൾ കാറ് സെറ്റാവാത്തത് കാരണം നമ്മൾ ബൈക്കിലാണ് പോണത്. അപ്പോൾ ഓക്കെ, മഴ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയിട്ട് സെറ്റാക്കാം. എന്താവും എന്ന് പറയാൻ പറ്റില്ല. മഴ പെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പണി പാളും. പോവാം, പോയിട്ട് വരാം. അപ്പോൾ പ്ലേ ബട്ടൺ നമ്മളെ കയ്യിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇന്നലെ നമ്മൾ പെരിന്തൽമണ്ണ പോയി മേടിച്ചതൊരു 4-5 മണി 6 മണിക്ക് കൊറിയർ സർവീസ് അടക്കുമെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് പോയി മേടിച്ചതാണ്. അപ്പോൾ ഇന്നലെ രാത്രി ആയതുകൊണ്ടാണ് ഇത് അൺബോക്സ് ചെയ്യാതിരുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് ഇവരെല്ലാം മദ്രസ വിട്ടൊന്ന് സ്കൂൾക്ക് പോണതിൻ്റെ ഇടയിൽ ഒരു അരമണിക്കൂർ മാത്രമേ ഒഴിവുള്ളൂ. അപ്പോൾ ആ ഒഴിവിന് പൊട്ടിച്ചാൽ വിചാരിച്ചിട്ട് എല്ലാവരെയും സെറ്റാക്കി. പിന്നെ ഒരു വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെങ്ങളും മോളും ഇതിലില്ല കേട്ടോ. അവർക്ക് ഇതിൽ കൂടാൻ പറ്റിയില്ല, കെട്ടിച്ച വീട്ടിലായിപ്പോയി. അപ്പോൾ ഓരും കൂടെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ കളറായിരുന്നു. സ്റ്റിക്കറിനെ പൊട്ടിച്ചത്. ഒരു കാര്യം പറയാൻ പറഞ്ഞു, ബ്രദറിനെ വീഡിയോയിൽ ആഡ് ചെയ്യാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ചെറിയ ബ്രദറാണ് കേട്ടോ. ഗൾഫിൽ നിന്ന് വന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടൊരു പഞ്ഞി എന്നാ പിടിച്ചേട്ടോ. പിന്നെ കുറച്ച് യൂട്യൂബിന്റെ ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ പോലെ ഒരു കുറച്ച് കട്ടിയൊക്കെ ഉണ്ട്, എന്തൊക്കെ എഴുതിയിട്ടുണ്ട്, സൈൻ ചെയ്തൊരു പേപ്പർ. അപ്പൊ അടുത്തതാണ് പ്ലേ. ഇങ്ങോട്ട് പടി, എന്നെ കാണില്ലേ? അപ്പൊ ഇതാണ് കേട്ടോ നമ്മളെ പ്ലേ ബട്ടൺ. ഇതൊരു കവറിലാണ്, നമുക്ക് ഓപ്പൺ ചെയ്യാം. ഏത് അത് കേടേരായിരിക്കാണ്. ഇതൊരു കവറ്. അയ്യ ഏയ് പ്ലേ ബട്ടൺ. അയ്യവ ഇതാരെ തന്നത്? ആര്? യൂട്യൂബ് തന്നതാണ്. അപ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ, അത്യാവശ്യം വെയിറ്റും ഉണ്ട്. പിടിച്ചോ. ഫ്രണ്ടിൽ ഗ്ലാസ് ടൈപ്പ് ആയിട്ടേ നല്ലൊരു ക്വാളിറ്റി ഉണ്ട് കാണുമ്പോൾ. പിന്നെ പ്രസൻറ്റഡ് ടു നമ്മുടെ ചാനലിൻ്റെ പേര്, നമ്മളെത്ര സബ്സ്ക്രൈബേഴ്സ് ആണെന്നില്ല അതൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ യൂട്യൂബിൻ്റെ ഒരു എംബ്ലം. അപ്പോൾ ഇങ്ങനെയാണ്. ബാക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ. 2 ഹുക്ക് ഉണ്ട് നമ്മളെ ആണിമ വെക്കാല്ലേ. എല്ലാവരും പിടിച്ചു നോക്കി. തൊട്ടോയിക്കോളി. ഇത് കേടേരായിരിക്കാല്ലേ, കൂറിയും പാറ്റൊന്നും കയറാതിരിക്കാനുള്ളൊരു സാധനമാണ് സത്യം. ഇത് കണ്ട വേണ്ട എനിക്ക് തോന്നുന്നേടി. ഇനിയും കിട്ടാനത്ര. ഇനിയും കിട്ടണമെങ്കിൽ 10 ലക്ഷം ആവണം. എന്നാലുള്ള ഞാൻ അടുത്ത് കിട്ടത് 1 ലക്ഷം. അപ്പൊ നമുക്ക് ഇതിന്റെ സന്തോഷത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചെറിയൊരു ഇതെന്താ ഇവരോടൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. എന്താണ് ഇതിന്റെ ഉള്ളിലോ? ഇത്രയും ചെറുതോ? എങ്ങനെ തുറക്കാനും പോലെ എന്താ എടുത്തോ.
പൊട്ടിച്ചാതിരിക്കട്ടോ. ഇമ്മീറ്റും എവിടെ ഇപ്പ ഉള്ളു കൂടി വരി ഉമ്മ ഏം ഇതാണ് യൂട്യൂബിന്റെ 1,00,000 ആയാല് ഒരു തരുന്ന അവാർഡാണ്. പ്ലേ ബട്ടൺ എന്ന് പറയുന്നത് ആണിമ വെക്കാനുള്ള ഇതൊക്കെ ഉണ്ട്. പിടിച്ചോക്കണേ, വെയിറ്റ് ഉണ്ട് കുറച്ച്. സ്റ്റീൽ പോലത്തെ സാധനമാണ്. സ്വർണം കിട്ടണമെങ്കിൽ 10 ലക്ഷം ആവണം. കാണുന്നുണ്ട്. ലഡു എടുത്തോളിപ്പ കുറച്ച് പൊട്ടുന്നാ മതി. ഇത് നമുക്കൊരു അധീനത്ത് വെക്കണം. അപ്പം ഞാൻ വിചാരിച്ചിരുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് അതിൻ്റെ പൊസിഷൻ കേട്ടോ. പക്ഷേ ഇവിടെ സ്പേസ് ഇല്ല. അവിടെ അതിന് മുന്നേ കിട്ടിയ കുറച്ച് മൊമെൻ്റ് ഉണ്ട്. ഈ കണ്ണാടിൻ്റെ അല്ലെങ്കിൽ അപ്പുറത്തെ സൈഡിലോ കൊടുക്കാം. അപ്പോൾ ഈ സാധനങ്ങൾ കിട്ടിയത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല അല്ലേ. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് എങ്ങനെ എത്തിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ് കഴിഞ്ഞ് പോരുമ്പോൾ മഞ്ചേരിയാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ മഞ്ചേരിയിൽ നമ്മൾ മേലാറ്റൂർക്കേ ബസ് കിട്ടുള്ളൂ, ഡയറക്റ്റ് കിട്ടില്ല. അപ്പോൾ മേലാറ്റൂർ വന്നിറങ്ങിയിട്ട് അവിടെ ഒരു അരമണിക്കൂർ വെയിറ്റിംഗാണ്. അപ്പോൾ അവിടെ ഒരു പത്രത്തിൽ നടന്മാർ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടൊരു പരസ്യം കണ്ടപ്പോൾ കൂട്ടുകാരൻ സൂം പ്ലാനറ്റ്, നിങ്ങൾ ഇതിൻ്റെ ഫസ്റ്റ് കണ്ടില്ലേ, ഓനാണ് ആ പരസ്യത്തിൻ്റെ ഇത് കാണിച്ചു തന്നത്. അങ്ങനെ ഞാൻ അതിൽ കോൺടാക്ട് ചെയ്തു, ഓഡീഷന് വരാൻ പറഞ്ഞു. അങ്ങനെ ഓഡീഷന് പോയിട്ട് അങ്ങനെ 10 പേരെ സെലക്ട് ചെയ്തു കേട്ടോ ആ ഒരു പ്രോഗ്രാമിലേക്ക്. അങ്ങനെയാണ് ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഞാൻ ഫസ്റ്റ് എത്തുന്നത്. അപ്പോൾ ആക്ടിങ് ഭയങ്കര ഇഷ്ടമാണെന്നുണ്ടെങ്കിലും നമ്മൾ ജഡ്ജസിൻ്റെ മുമ്പിൽ പോയിട്ട് എല്ലാവരുടെ ഓഡിയൻസിൻ്റെയും ജഡ്ജസിൻ്റെയും മുമ്പിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു കുറച്ച് ടെൻഷൻ പിടിച്ച പരിപാടിയാണ്. എനിക്ക് പൊതുവേ ടെൻഷൻ കൂടുതലുള്ളതുകൊണ്ട് തന്നെ എന്താവുമെന്ന് അറിയില്ലായിരുന്നു കേട്ടോ. പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടല്ലോ, അവിടെയൊക്കെ എക്സ്പീരിയൻസ് ഒരു 10-20 വർഷം എക്സ്പീരിയൻസുള്ള ആൾക്കാരൊക്കെയാണ് ജഡ്ജസായിട്ട് മാർക്കിടായിരിക്കണേ. അപ്പോൾ ഒരു മുമ്പിൽ അഭിനയിച്ചപ്പോൾ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തോ ഭാഗ്യത്തിന് കിട്ടിയെന്ന് പറയാം. അങ്ങനെയാണ് കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ചെയ്തത്. അതിന് ശേഷം പിന്നെ എറണാകുളം നോർത്തിൽ വെച്ചൊരു ഷോർട്ട് ഫിലിമിലേക്ക് ചാൻസ് ഉണ്ട് പറഞ്ഞിട്ട് ഒരു പരസ്യം കണ്ടിരുന്നു. അതിൽ കോൺടാക്ട് ചെയ്ത് വിളിച്ച് ഓഡീഷൻ വെച്ചിട്ട് വേറൊരു ഷോർട്ട് ഫിലിം ചെറിയത് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല കേട്ടോ, ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഒയ്യോ കംപ്ലൈൻറ്റ് ഇവിടെ ഉറക്കുത്തല്ലത് കാരണം മൊത്തം കട്ടിൽ, നമ്മളെ കൗക്കോല്, പട്ടിക അതെല്ലാം ഈ സാധനം ഉറക്കുത്തിൽ നിന്നു. ഞാനിതിപ്പോഴാട്ടോ കാണണേ. നോക്ക്, 2013 നമുക്കൊരു സ്റ്റേജ് പ്രോഗ്രാമിൻ്റെ ഒരു ബെസ്റ്റ് പെർഫോമൻസിന് കിട്ടിയൊരു മൊമെൻ്റ് ആട്ടോ. അന്ന് ഭയങ്കര സന്തോഷമായിരുന്നു. തനിമയുടെ പ്രോഗ്രാമായിരുന്നു. അപ്പോൾ ആ പ്രോഗ്രാമിൻ്റെ ഫസ്റ്റ് ഷെഡ്യൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കാലിക്കറ്റ് ഫസ്റ്റ് ഷെഡ്യൂൾ. സെക്കൻഡ് ഷെഡ്യൂൾ തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെ. അങ്ങനെ 3 ഷെഡ്യൂളിലൊക്കെ ആയിട്ടാണ് ആ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇതിൽ ബെസ്റ്റ് പെർഫോമൻസിന് കിട്ടിയ ഒരു മൊമെൻ്റാണ് കേട്ടോ ഇത്. അതേപോലെ തന്നെ അതിൻ്റെ സെക്കൻഡ് ഘട്ടം ഉണ്ടായിരുന്നു, അന്ന് കിട്ടിയൊരു മൊമെൻ്റാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ പേരും അതേപോലെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ്, ഡേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് വെൽഫെയർ പാർട്ടിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ പാർട്ടി നോക്കിയിട്ടല്ല, നമ്മളിപ്പോൾ ഏതൊരു പാർട്ടിയാണെന്നുണ്ടെങ്കിലും പ്രോഗ്രാമിന് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോകും. അപ്പോൾ വെൽഫെയർ പാർട്ടിൻ്റെ ഓൾ കേരള പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് കിട്ടിയതാണ്. ഒരു മാസം വീട്ടിലുണ്ടായിരുന്നില്ല, ഒരു മാസമായിരുന്നു പ്രോഗ്രാം. നമ്മൾ പ്രോഗ്രാം ചെയ്യണു, ബസ്സിൽ കയറണു, യാത്ര ചെയ്യണു. അന്ന് മുതലാണ് ഈ ട്രാവലിംഗ് എനിക്ക് മടുത്തു തുടങ്ങിയത്. അതുവരെ ട്രാവലിംഗ് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിലും അതേപോലെ തന്നെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പാർട്ടി നമുക്കില്ല കേട്ടോ. അതിനുശേഷം വേറെയും പാർട്ടിയുടെ പ്രോഗ്രാമിന് വിളിച്ചിരുന്നു, നമ്മൾ പോയിരുന്നു. അപ്പോൾ അങ്ങനെ, അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇത്രയും കാലം. അപ്പോൾ ഇനി നമുക്ക് ഈ സാധനം വെക്കണം, നമ്മളീ ഒരു പ്ലേ ബട്ടൺ വെക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കണ്ണാടിയാണ്, ഒന്നെങ്കിൽ ഇവിടെ വെക്കാം. അവിടെ വെച്ചിട്ട് ഞാനൊരു ഫോട്ടോ എടുക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങളെ ഈ പ്ലേ ബട്ടൺ പിടിച്ചിട്ട് തമ്മനയിൽ നമ്മളെ വീഡിയോക്ക് തമ്മനയിൽ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടുത്തൊരു പോയുണ്ട്. ഇതിന് മുമ്പത്തെ 2 വീഡിയോ ഞാൻ പോയിൻ്റെ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് ഇത് പിടിച്ച് നിൽക്കുന്ന തമ്മനയിലിന് വേണ്ടിയിട്ടാണ് പോകണത്. അപ്പോൾ നടക്കാനുള്ള ദൂരമുള്ളൂ, ബൈക്കിൽ കൊണ്ടുവരുന്നത്. പക്ഷേ ചെറുതായിട്ട് ചാറ്റൽ മഴയുണ്ട്, കാണിച്ചു തരാം.